പേരാമ്പ്രയിൽ നമുക്കറിയാം ആർ ടി ഓഫീസിലേക്ക് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ മാർച്ചും പ്രതിഷേധവും ഒരേ സമയത്ത് എത്തുകയായിരുന്നു. SFIയുടെയും യൂത്ത് ലീഗിന്റെയും അടക്കം പ്രതിഷേധ മാർച്ചുകൾ ഒരേ സമയത്തേക്ക് എത്തുകയായിരുന്നു. DYFI, SFI, യൂത്ത് ലീഗ് പ്രവർത്തകരുടെ മാർച്ച് ഒരേ സമയം എത്തിയതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. യൂത്ത് ലീഗ് DYFI പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയാണ്. മതിൽ ചാടിക്കടക്കാൻ യൂത്ത് ലീഗ് പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം അതിൽ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ എടുത്തിരുന്നു. അതിനെ തുടർന്നാണ് വലിയ തോതിൽ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത്. സ്വകാര്യ ബസ്സുകൾക്ക് നേരെ വലിയ പ്രതിഷേധമുണ്ടായി. അതിപ്പോൾ ബാരിക്കേഡ് വെച്ച് പോലീസ് പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടും അതിനെ മറികടക്കാനുള്ള ശ്രമമാണ്. പക്ഷേ പല സംഘടനകൾ ചേർന്ന് വരുമ്പോൾ അവർ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കൂടി അവിടെ കാര്യങ്ങൾ പോകുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. പേരാമ്പ്ര ഓഫീസിലേക്ക് വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. വിവിധ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടാവുകയാണ്. ഇതിലൊരു പ്രശ്നമുണ്ടായത് ഈ സംഘടനകളുടെ പ്രതിഷേധം ഏതാണ്ട് ഒരേ സമയത്താണ് അവിടെ എത്തിയത്. ബാരിക്കേഡ് അവിടെ നിന്ന് വലിച്ചെടുത്ത് പൊളിച്ചു കളയാനുള്ള ശ്രമം ഉണ്ടാവുകയാണ്. വലിയ ശക്തി ഉപയോഗിച്ച് വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. അവിടെ എന്തോ കുപ്പിച്ചില്ലുകളും ഒക്കെ കാണുന്നുണ്ട്. പ്രവർത്തകർക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത ഉണ്ട് ഈ ഉന്തും തള്ളിനുമിടയിൽ. രാഹുൽ KV വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, ഈ പ്രതിഷേധവുമായി എത്തിയവർ തമ്മിൽ തന്നെ സംഘർഷം ഉണ്ടാവുകയായിരുന്നു. പോലീസ് എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? അവിടെ എന്തോ കുപ്പിച്ചില്ലും ഒക്കെ കാണുന്നുണ്ട്. ഇത് പ്രവർത്തകർ കൊണ്ടുവന്നതാണോ അവിടെ ഉണ്ടായിരുന്നത്? പ്രതിഷേധമാണ് പേരാമ്പ്ര സബാർട്ടിയോ ഓഫീസിന് മുൻപിൽ ആളിക്കെത്തുന്നത്. ഇപ്പോൾ തത്സമയം യൂത്ത് ലീഗ്, DYFI, SFI പ്രവർത്തകർ ഓഫീസിന് മുൻപിൽ പ്രതിഷേധിക്കുകയാണ്. രാവിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അവസാനിച്ചു കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് റോഡ് ഉപരോധിച്ചതിന് ശേഷമാണ് ഈ സബാർട്ടിയോ ഓഫീസിലേക്ക് വാഴയുമായി, അതായത് പ്രതീകാത്മകം സൂചകമായി വാഴയുമായി എത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. അതിനുശേഷം SFIയുടെ പ്രതിഷേധ മാർച്ച് വന്നു. ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ സംഘടിച്ച് ബാരിക്കേഡ് ഉയർത്തി. അതേസമയം തന്നെയാണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധവും സ്ഥലത്തേക്ക് കടന്നു വന്നത്. SFI സമരം നടക്കുന്നത് കൊണ്ട് തന്നെ പ്രവർത്തകർ കുറേ സമയം റോഡിൽ കുത്തിയിരുന്ന് റോഡ് ഉപരോധിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ഓഫീസിന്റെ കവാടത്തിലേക്ക് വന്നത്. പോലീസ് അവരെയും തടഞ്ഞു. അപ്പോൾ മതിൽ ചാടിക്കടക്കാനാണ് ഒരു വിഭാഗം പ്രവർത്തകർ ശ്രമിച്ചത്. അത് പോലീസ് ബലപ്രയോഗത്തിലൂടെ തടഞ്ഞു. ഈ കുപ്പിച്ചില്ലിന്റെ കാര്യം പറഞ്ഞത്, ഇവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അത് മറിഞ്ഞു വീണാണ് ഈ ചില്ല് പൊട്ടിയൊക്കെ റോഡിലേക്ക് വീണിട്ടുള്ളത്. ഒപ്പം തന്നെ ചെറിയൊരു ബോർഡ് ഈ ഓഫീസിന്റെ മതിലിലുണ്ടായിരുന്നു. അത് SFI പ്രവർത്തകരുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു. രണ്ട് പ്രവർത്തകരും രണ്ട് ഭാഗത്തായി സംഘടിച്ച് എന്ന മുദ്രാവാക്യം മുഴക്കി. അതിനിടെയാണ് പ്രവർത്തകർ തമ്മിൽ ചെറിയ രീതിയിൽ, വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് പോയില്ല, പ്രവർത്തകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം വാക്കേറ്റവും പിന്നെ ഉന്തും തള്ളും ഉണ്ടായത്. പോലീസ് ഇടപെട്ടും മുതിർന്ന നേതാക്കൾ ഇടപെട്ടും ആ രംഗവും ഏതായാലും പേരാമ്പ്രയിലാണ് വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത്. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത്തിൽ കഴിഞ്ഞ ദിവസവും ഒരു വിദ്യാർത്ഥി അവിടെ കൊല്ലപ്പെട്ടിരുന്നു. അതിനെ തുടർന്നാണ് RT ഓഫീസുകളിലേക്ക് മാർച്ച്. പക്ഷേ അത് വിവിധ സംഘടനകൾ അവർ തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നത്. ഇത് ഉന്നയിക്കുന്ന വിഷയമൊന്നാണ്, പക്ഷേ അതിൻ്റെ പേരിൽ ഇവരെന്തിനു തമ്മിലടിക്കുന്നു എന്നതാണ് പ്രശ്നം. RT ഓഫീസിനെതിരായ പ്രതിഷേധം കൂട്ടത്തല്ലിലേക്കും കൂട്ടപ്പൊരിച്ചിലേക്കും കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് വളരെ ഗുരുതരമായ സാഹചര്യമാണ്. മുതിർന്ന നേതാക്കൾ ഇടപെട്ട് നിയന്ത്രിക്കേണ്ടതാണ്. രാവിലെ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് അവിടെ പ്രതിഷേധത്തിനെത്തിയത് പ്രതീകാത്മകമായ ഒരു വാഴയുമായാണ്. എന്തിനാണ് നിങ്ങളിവിടെ ഈ പണിയെടുക്കുന്നത്? ഇത് നിയന്ത്രിക്കാൻ കഴിയില്ല എങ്കിൽ പിന്നെ വാഴ വെക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ നിലയ്ക്കുള്ള പ്രതിഷേധം. പക്ഷേ മൂന്ന് സംഘടനകളുടെയും, DYFIയുടെയും SFIയുടെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ പ്രതിഷേധം ഒരേ സമയത്തേക്ക് അവിടെ എത്തിയതിനെ തുടർന്നാണ് പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയും കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്.